നമ്മുടെ ലോകേഷ് കനകരാജിന്റെ വമ്പൻ സിനിമയാണ് കൂലി എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ ഫസ്റ്റ് ഗാനം പുറത്തിറങ്ങാൻ പോവുകയാണ്, ഫസ്റ്റ് സിംഗിൾ. അതുപോലെ തന്നെ ബസൂക്ക സിനിമയുടെ OTT റിലീസ് അങ്ങനെ വരാൻ പോവുകയാണ്. ലോകേഷിന്റെ കൈദി 2 എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ചിരിക്കുകയാണ്. വെട്രിമാരൻ സൂര്യ സിനിമയെ വാടിവാസൽ സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റിൽ ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ദുൽഖർ സൽമാന്റെ ഐ ആം ഗെയിം എന്ന് പറഞ്ഞ സിനിമയുടെ ഭാഗത്ത് നിന്ന് പുതിയൊരു ഷെഡ്യൂൾ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അമീർ ഖാൻ ലോകേഷ് സിനിമ സത്യം പറഞ്ഞാൽ വരാൻ പോവുകയാണ്, ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. അതുപോലെ തന്നെ നമ്മുടെ സൂര്യ 46 എന്ന് പറഞ്ഞ സിനിമയുടെ ഭാഗത്തുനിന്നും ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ LC സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്ന സിനിമയാണ് ബെൻസ്. പടത്തിന്റെയും കൂടുതൽ അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യ അപ്ഡേറ്റിലൂടെ തന്നെ പോകാം നമുക്ക്. അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് ചാനൽ. ആദ്യ അപ്ഡേറ്റ് നമ്മുടെ വെൽഫെയർ സിനിമാറ്റിക് യൂണിവേഴ്സ്. ദുൽഖർ സൽമാന്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ് വെൽഫെയർ. അവർ പുതിയൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യ സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ നെസ്ലിൻ കല്യാണി പ്രിയദർശനൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു പടത്തിന്റെ ഫസ്റ്റ് ലുക്കില്. ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ സിനിമയും കൂടിയാണിത്. ടൊവിനോ തോമസ് ദുൽഖർ സൽമാന്റെ കേമിയ റോളിൽ വരുന്ന ഒരു സിനിമയും കൂടിയാണിത്. ഡയറക്ഷൻ ഡൊമിനിക് കരുണ ആണ് ചെയ്യാൻ പോകുന്നത്. ഈ വർഷമാണ് പടത്തിന്റെ റിലീസ് വരാൻ പോകുന്നത്, സെപ്റ്റംബർ മാസം. എന്തായാലും കാത്തിരിക്കാം നമുക്ക് പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. നമ്മുടെ കാട്ടാളൻ, നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല മാർക്കോ സിനിമേന്റെ ആ ഒരു പ്രൊഡക്ഷൻ കമ്പനീനെ ക്യൂബ് എന്റർടൈൻമെന്റ്സ്. അവർ നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ ആന്നി വർഗീസിന്റെ കേന്ദ്ര കഥാപാത്രമായിട്ട് നായകനായിട്ട് വരുന്ന സിനിമയാണ് കാട്ടാളൻ എന്ന് പറഞ്ഞ സിനിമ. പടത്തിലെ പുതിയ കാസ്റ്റ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. കബീർ സിംഗ്, ജഗദീഷ്, അതുപോലെ തന്നെ നമ്മുടെ സിദ്ദിഖ്, അതുപോലെ തന്നെ സുനിൽ, അന്യഭാഷ എന്ന് അങ്ങനെ ഒരുപാട് വമ്പൻ കാസ്റ്റാണ് പടത്തിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും പടം ഡയറക്ഷൻ ചെയ്യാൻ പോകുന്ന പോൾ ജോർജ് ആണ്. അതുപോലെ തന്നെ അജ്നേഷ് ലോകനാഥാണ് പടത്തിൽ ഗാനങ്ങൾ തയ്യാറാക്കുന്നത്. അദ്ദേഹത്തിന്റെ സിനിമയാണ് കാന്താര പോലത്തെ സിനിമകൾ. എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. കാട്ടാളിൽ ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. നമ്മുടെ തലപതി വിജയൻ ജനനായകൻ സിനിമയുടെ ഭാഗം ഒരു അപ്ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ്. സിനിമയുടെ ഇന്ത്യയുടെ വെളിയിലെ റൈറ്റ്സ് മേടിച്ചിരിക്കുന്ന നമ്മുടെ ഫാസ്റ്റ് ഫിലിംസ് ആണ്. ഓൾമോസ്റ്റ് 60 കോടിക്കാണ് ഡീൽ ഉറപ്പിച്ചിരിക്കുന്നത്. കാത്തിരിക്കും നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അടുത്ത സിനിമ അപ്ഡേറ്റ് നമ്മുടെ വെട്രിമാരൻ സിംബു സിനിമയെ കുറിച്ചാണ്. ഈ സിനിമ നടക്കാൻ പോവുകയാണ്, അങ്ങനെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. നമ്മുടെ വെട്രിമാരൻ ഡയറക്ഷനിൽ വരാൻ പോകുന്ന സിംബു സിനിമയുടെ ഷൂട്ടിംഗ് ജൂൺ മാസം ലാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് ആയിട്ടായിരിക്കും ആരംഭിക്കാൻ പോകുന്നത്. ഒഫീഷ്യൽ കൺഫർമേഷൻ ഈ മാസം വരുന്നതായിരിക്കും, ഒഫീഷ്യൽ അനൗൺസ്മെന്റ്. എന്തെങ്കിലും കാത്തിരിക്കാൻ നമുക്ക് വെട്രിമാരൻ സിംബു സിനിമയ്ക്കായിട്ട്. അടുത്ത സിനിമ അപ്ഡേറ്റ് നമ്മുടെ ദിലീപ് ഏട്ടന് വേണ്ടി ഒരു പോലീസ് സിനിമ വരാൻ പോവുകയാണ്. നമ്മുടെ ഷായ് കബീറിന്റെ തിരക്കഥയിലും ഡയറക്ഷനിലും വരാൻ പോകുന്ന സിനിമയായിരിക്കും നമ്മുടെ ദിലീപ് ഏട്ടന്റെ പുതിയ സിനിമ. ഡയറക്ഷൻ നമ്മുടെ രതീഷ് അമ്പാട്ട് എന്നാണ് കേൾക്കുന്നത്. നമ്മുടെ ഷായ് കബീർ ആയിരിക്കത്തില്ല, സ്ക്രിപ്റ്റ് മാത്രമായിരിക്കും ഷായ് കബീർ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ സിനിമകളാണ് നായാട്ട്, ഓഫീസർ ഓൺ ഡ്യൂട്ടി, ഇലവിഴാൻ പൂഞ്ചിരത്, റോൺത് എന്ന് പറഞ്ഞ സിനിമയും വരുന്നുണ്ട് ഈ മാസം. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് സിനിമ വരുമോ ഇല്ലയോ എന്ന് ഡിസ്കഷൻ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ബസൂക്ക ചിത്രത്തിന്റെ OTT റിലീസ് വരികയാണ്. സിനിമയുടെ OTT അവകാശങ്ങൾ നമ്മുടെ Z5 നെറ്റ്വർക്കാണ് മേടിച്ചിരിക്കുന്നത്. സിനിമ ജൂൺ മാസം OTT റിലീസ് ചെയ്യുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ മലയാള സിനിമയുടെയും OTT അവകാശങ്ങൾ നമ്മുടെ Z നെറ്റ്വർക്കാണ് മേടിച്ചിരിക്കുന്നത്. Z5 സിനിമ ഉടൻ തന്നെ OTT റിലീസ് വരുന്നതായിരിക്കും. നമ്മുടെ LC സിനിമാറ്റിക് യൂണിവേഴ്സിന് അണ്ടറിൽ വരുന്ന ഈ വർഷം റിലീസ് ചെയ്യാൻ പോകുന്ന വമ്പൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് ബെൻസ് എന്ന് പറഞ്ഞ സിനിമ. പടത്തിന്റെ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. പടത്തിൽ നമ്മുടെ ഭാഗ്യരാജ് കണ്ണനാണ് ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം തന്നെ ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ് രാഘവ് ലോറൻസും പടത്തിൽ ഒരു വില്ലൻ ഷെയ്ഡിലായിരിക്കും നായകനായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല നിവിലായിരിക്കും സിനിമയിലെ മെയിൻ വില്ലൻ എന്നും കൺഫേം ആക്കിയിരിക്കുകയാണ്. അടുത്ത മാസം തന്നെ നമ്മൾ നിവിലും ജോയിൻ ചെയ്യുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്ന പടത്തിന്റെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട്. നിവിന്റെ തമിഴ് ഡബ്ബൊക്കെ നിവിൻ പോളി തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നത്. അതുപോലെ നിവിന്റെ നായികയായിട്ട് നമ്മുടെ മഡോണ സെബാസ്റ്റ്യൻ വരുമെന്നും കേൾക്കാൻ സാധിക്കുന്നുണ്ട് മലയാളത്തിൽ. സിനിമയിലെ ആദ്യ ഷെഡ്യൂൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ ചെന്നൈയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം മാംഗ്ലൂർ, അതുപോലെ തന്നെ രാജസ്ഥാനും അതുപോലെ തന്നെ മറ്റ് ലൊക്കേഷൻസുമാണ് ബെൻ സിനിമയുടെ അപ്ഡേറ്റുകൾ നോക്കാൻ കാണാൻ സാധിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ പൃഥ്വിരാജിന്റെ വരാൻ പോകുന്ന വമ്പൻ സിനിമ തന്നെയായിരിക്കും കാളിയൻ എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. സിനിമയുടെ ഷൂട്ടിംഗ് ഈ വർഷം അവസാനമായിരിക്കും ആരംഭിക്കാൻ പോകുന്നത്. ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത് S മഹേഷ് ആയിരിക്കും. രവി ബസൂർ ആയിരിക്കും പടത്തിൽ ഗാനങ്ങൾ തിരക്കാൻ പോകുന്നത്. നമ്മുടെ KGF, സലാർ, അതുപോലെ തന്നെ നമ്മുടെ മാർക്കോ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. കാത്തിരിക്കാൻ നമുക്ക് ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ അപ്ഡേറ്റുകൾക്കായിട്ട്. നമ്മുടെ സൺ പിക്ചേഴ്സ് അല്ലു അർജുൻ കോംബോയിൽ ഒരു സിനിമ നിർമ്മിക്കുന്നുണ്ട് നിലവിൽ. അറ്റ്ലി ആയിരിക്കും സിനിമ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. സായി അഭ്യങ്കർ ആണ് പടത്തിൽ ഗാനങ്ങൾ തിരക്കാൻ പോകുന്നത്. ഇതൊരു ഫാന്റസി സൂപ്പർ ഹീറോ സിനിമ എന്നാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മുടെ ദീപിക പദുക്കോലും സിനിമയിൽ കാസ്റ്റ് ആയിട്ട് ജോയിൻ ആയിരിക്കുകയാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് അറ്റ്ലി അതുപോലെ തന്നെ നമ്മുടെ സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന ഒരു വമ്പൻ ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്കായിട്ട്. സൺ പിക്ചേഴ്സിന്റെ മറ്റൊരു വമ്പൻ സിനിമയാണ് കൂലി എന്ന് പറഞ്ഞ സിനിമ. പടത്തിലെ ആദ്യ ഗാനം പുറത്തിറങ്ങാൻ പോവുകയാണ്. സിനിമന്റെ ഫസ്റ്റ് സോങ് ഈ മാസം അവസാനം ജൂൺ ലാസ്റ്റ് ആയിട്ടാണ് പുറത്തിറങ്ങാൻ പോകുന്നത്. പൂജാജിന്റെ ഒരു സോങ് എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ആ ഒരു ആദ്യ ഗാനത്തിനായിട്ട്.
അടുത്ത അപ്ഡേറ്റ് നമ്മുടെ സൂര്യന്റെ ഏറ്റവും പുതിയ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സൂര്യ വെട്രിമാരൻ സിനിമ എന്ന് നടക്കും. സിനിമയുടെ അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ വെട്രിമാരൻ നിലവില് STR അല്ലെങ്കിൽ നമ്മുടെ സിംബുവിന് വേണ്ടി ഒരു സിനിമ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മുടെ സൂര്യ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ സൂര്യ 46 എന്ന് പറഞ്ഞ സിനിമയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ടുപേരുടെ വർക്ക് കഴിഞ്ഞാല് വാടിവാസൽ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കത്തുള്ളൂ. നിലവിൽ അവർ പ്ലാൻ ചെയ്തിരിക്കുന്ന നവംബർ മാസം സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് പടത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ നിലവില്. എന്തായാലും രണ്ടുപേരുടെയും സിനിമകൾ കഴിഞ്ഞാലേ നമ്മുടെ വാടിവാസി സിനിമ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ നവംബർ മാസം. കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. മറ്റൊരു സിനിമയാണ് ഇന്ന് പുറത്തിറങ്ങിയ അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരത്തോടെ കൺഫേം ആയ പുതിയൊരു സിനിമയാണ് അനന്തൻ കാട് എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ ടിയാൻ സിനിമയ്ക്ക് ശേഷം നമ്മുടെ മുരളി ഗോപി തിരക്കഥയിലും ഡയറക്ഷനിലും വരുന്ന വമ്പൻ ബിഗ് ബഡ്ജറ്റ് സിനിമയായിരിക്കും. ഒരു തമിഴ്, മലയാളം അതുപോലെ തന്നെ നമ്മുടെ തെലുങ്കു, കന്നഡ ഭാഷകളിലൊക്കെ സിനിമ ഡബ് ചെയ്ത് വരുന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമ കൂടി ആയിരിക്കും അനന്തൻ കാട് എന്ന് പറഞ്ഞ സിനിമ. ആര്യ, മുരളി ഗോപി, ഇന്ദ്രൻസ്, നിഖില വിമൽ അതുപോലെ തന്നെ വിജയ് രാഘവൻ, സുനിൽ, അങ്ങനെ ഒരുപാട് വമ്പൻ കാസ്റ്റ് ആണ് പടത്തിൽ കാണാൻ സാധിക്കുന്നത്. മിനി സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനി ആയിരിക്കും നിർമ്മിക്കാൻ പോകുന്നത്. ഈ വർഷം ഓണം പ്രഖ്യാപിച്ചായിരിക്കും പടം റിലീസ് വരാൻ പോകുന്നത്. കാത്തിരിക്കാൻ നമുക്ക്. നമ്മുടെ ഹൊമ്പാല ഫിലിംസ് നമുക്കറിയാം, സലാറ്, KGF സിനിമകൾ നിർമ്മിച്ച വമ്പൻ ബിഗ് ബഡ്ജറ്റ് പ്രൊഡക്ഷൻ കമ്പനിയാണ്. ഋത്തിക് റോഷൻ ഹൊമ്പാല ഫിലിംസിൽ ഒരു സിനിമ വരാൻ പോവുകയാണ്. ഒഫീഷ്യലായിട്ട് ഒരു കിടിലൻ കൺഫേമിംഗ് പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുകയാണ് HX എന്ന് പറഞ്ഞിട്ട്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഒരു വമ്പൻ സിനിമയുടെ അപ്ഡേറ്റുകൾക്കായിട്ട്. നമ്മുടെ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്ന സിനിമയാണ് കൈദി സിനിമയുടെ രണ്ടാം ഭാഗം. നിലവിലെ സിനിമയുടെ പ്രൊഡ്യൂസർ കൺഫേം ആക്കിയിരിക്കുന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് ഒരു മാസം മുമ്പേ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ്. അതുപോലെ തന്നെ ഈ വർഷം ഡിസംബർ ആയിട്ടായിരിക്കും പടത്തിന്റെ ഷൂട്ടിങ്ങും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആദ്യ വാരത്തിനുള്ളില്. പക്ഷെ അതിന് മുമ്പ് തന്നെയായിട്ട് കാർത്തിയുടെ 29ാമത്തെ സിനിമ കംപ്ലീറ്റ് ആവണം. എന്നാൽ മാത്രമാണ് ഈ പറഞ്ഞ പോലെ ഡിസംബറിൽ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ചിത്രത്തിന്റെ ഷൂട്ട് വേഗം ആരംഭിക്കട്ടെ എന്ന്. നമ്മുടെ ധനുഷിന്റെ ഈ വർഷം വരാൻ പോകുന്ന സിനിമയാണ് ജൂൺ മാസം റിലീസ് ചെയ്യാൻ പോകുന്ന കുബേര എന്ന് പറഞ്ഞ പടം. പടത്തിന്റെ ഓഡിയോ ലോഞ്ചിന്റെ അന്ന് നമ്മുടെ ധനുഷ് കൺഫേം ആക്കിയിട്ടുണ്ട് വടച്ചെന്നൈന്റെ രണ്ടാം ഭാഗത്തിന്റെ അപ്ഡേറ്റ്. നിലവിൽ അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അദ്ദേഹം കൺഫേം ആക്കിയിരിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക്. നമ്മുടെ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കാൻ പോകുന്ന വമ്പൻ സിനിമയാണ് ടോർപിഡോ എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ തരുൺ മൂർത്തിയാണ് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നതും തിരക്കഥയും ചെയ്തിരിക്കുന്നത്. നിലവിൽ ബിജു പപ്പൻ കൺഫേം ആക്കിയിരിക്കുന്ന പടത്തിന്റെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ത്രില്ലർ കാറ്റഗറി തന്നെയായിരിക്കും. ശരിക്കും നടന്ന ആസ്പദമാക്കിയിട്ടാണ് പടം വരാൻ പോകുന്നത്. നിലവിൽ പ്രീ പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പടത്തിന്റെ ഷൂട്ടിംഗ് 4-5 മാസത്തിനുള്ളിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷെ സിനിമേന്റെ ആക്ടേഴ്സ് ആയ നമ്മുടെ ഫഹദ് ഫാസിൽ, അതുപോലെ തന്നെ ഗണേഷ്, നെസ്ലൻ, അതുപോലെ തന്നെ അർജുൻ ദാസിനൊക്കെ ഡേറ്റ് അനുസരിച്ചായിരിക്കും പടത്തിന്റെ ഷൂട്ടിങ്ങും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പടം വലിയൊരു പ്രതിസന്ധിയിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആക്ടേഴ്സിന് ഡേറ്റ് കിട്ടിയാലേ പടം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ടോർപിഡോ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ നിവിൻ പോളി സിനിമയായ ഗോസ്റ്റ് സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമേന്റെയാണ്. അത് ഗോസ്റ്റ് സ്റ്റോറി ഇതൊരു ഹൊറർ കോമഡി സിനിമയാണെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അഖിൽ സത്യനാണ് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. നിലവിലെ പടത്തിന്റെ രണ്ടാമത്തെ ഷെഡ്യൂൾ ആരംഭിച്ചിരിക്കുകയാണ് ഒറ്റപ്പാലത്ത് വെച്ചിട്ട്. എന്തായാലും സിനിമയുടെ ടീം ലൊക്കേഷൻ ഫോട്ടോ പുറത്തുവിട്ടിരിക്കുകയാണ്. നിവിൻ പോളി, അജു വർഗീസ് കോംബോയിൽ വരുന്ന സിനിമയും കൂടിയാണ് നമ്മുടെ ദ ഗോസ്റ്റ് സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ. കാത്തിരിക്കാം നമുക്ക്. നമ്മുടെ ബേബി ഗേൾ എന്ന് പറഞ്ഞ സിനിമയിലെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്, പാക്കപ്പ് ആയിരിക്കുകയാണ്. പടത്തിന്റെ ടീം പാക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ഫോട്ടോ ഷെയർ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ അരുൺ വർമ്മയാണ് സംവിധാനം ചെയ്യാൻ പോകുന്നത് ഈ ഒരു സിനിമ, ബേബി ഗേൾ എന്ന് പറഞ്ഞ സിനിമ. ഗരുഡൻ എന്ന് പറഞ്ഞ സിനിമയാണ് അദ്ദേഹത്തിലെ കഴിഞ്ഞൊരു സിനിമ. എന്തായാലും മാജിക് ഫ്രെയിംസിന്റെ ലെസ്റ്റൻ സ്റ്റീഫൻ സിനിമേന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കാം നമുക്ക് ബേബി ഗേൾ എന്ന് പറഞ്ഞ പടത്തിന്റെ. നമ്മുടെ ദുൽഖർ സൽമാന്റെ സിനിമയാണ് ഐ ആം ഗെയിം എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ ഷെഡ്യൂൾ അപ്ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ്. നിലവിലെ സിനിമയുടെ ഷൂട്ടിംഗ് ഹൈദരാബാദിലാണ് നടക്കുന്നത്. നിലവില് മഴ കാരണം കുറച്ച് ദിവസം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പടത്തിന്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നിലവിലെ പടത്തിന്റെ ഷൂട്ടിംഗ് ഇന്ന് മുതൽ ആരംഭിക്കാൻ പോവുകയാണ് ഹൈദരാബാദില്. അത് മാത്രമല്ല സിനിമേന്റെ അടുത്ത സ്റ്റോപ്പ് അല്ലെങ്കിൽ അടുത്ത ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കൊച്ചിയിൽ വെച്ചിട്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ തന്നെ കൊച്ചിയിൽ സിനിമേന്റെ സെറ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സിനിമയുടെ സെറ്റിന്റെ. എന്തായാലും കാത്തിരിക്കും നമുക്ക് ഐ എം ഗെയിം എന്ന ദുൽഖർ സൽമാൻ സിനിമയുടെ അപ്ഡേറ്റിലേക്കായിട്ട്. നമ്മുടെ അജു വർഗീസ് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച സിനിമയാണ് അല്ലെങ്കിൽ വെബ് സീരീസ് ആണ് കേരള ക്രൈം ഫയൽസ് എന്ന് പറഞ്ഞ വെബ് സീരീസ്. സീസൺ 2 പുറത്തിറങ്ങാൻ പോവുകയാണ് ജിയോ സ്റ്റാർ വഴിയായിട്ട്. നമ്മുടെ അരുൺ രാധാകൃഷ്ണൻ, അജു വർഗീസ്, ലാല്, ഇന്ദ്രൻസ്, ഹരിശ്രീ അശോകനൊക്കെയാണ് ഇപ്രാവശ്യം ഈ ഒരു സെക്കൻഡ് സീരീസിൽ കാണാൻ സാധിക്കുന്നത് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട്. ഡയറക്ഷൻ നമ്മുടെ അഹമ്മദ് കബീറാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ സിനിമയാണ് ജൂൺ എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും ഈ ഒരു മാസാവസാനമായിട്ടായിരിക്കും വരാൻ പോകുന്നത് ഈ ഒരു വെബ് സീരീസ് സീസൺ 2. കാത്തിരിക്കാം നമുക്ക്. അടുത്തൊരു പുതിയ സിനിമേന്റെയാണ് മലയാളത്തിൽ വരാൻ പോകുന്നത്. ധീരൻ എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. ജഗദീഷ്, മനോജ് കെ ജയൻ, അശോകൻ, വിനീത്, സുധീഷൊക്കെയാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. മ്യൂസിക് നമ്മുടെ ക്രിസ്റ്റോ സേവിയർ ആണ് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ സിനിമയാണ് ബ്രഹ്മയുഗം എന്നൊക്കെ പറഞ്ഞ സിനിമ. ഡയറക്ഷൻ നമ്മുടെ ദിവാദ് ഷാജിയാണ് ചെയ്യാൻ പോകുന്നത്. ഡെബ്യൂട്ട് ആയ ഒരു ഡയറക്ടർ ആയിരിക്കും. ജൂലൈ മാസമാണ് പടം റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, തിയേറ്റർ റിലീസ്. കാത്തിരിക്കാൻ നമുക്ക് ജൂലൈ മാസം നമ്മുടെ ധീരൻ എന്ന് പറഞ്ഞ സിനിമന്റെ റിലീസിനായിട്ട്.
നമ്മുടെ സൂര്യന്റെ 46ാമത്തെ സിനിമയുടെ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. സിനിമയുടെ ഷൂട്ടിംഗ് ജൂൺ മാസം 10-9 തീയതികളിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിലവില് വെങ്കി അറ്റ്ലൂരിയാണ് സിനിമ ഡയറക്ഷൻ ചെയ്യുന്നത്. ഇതിന് കഴിഞ്ഞ സിനിമയാണ് നമ്മുടെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ദുൽഖർ സൽമാൻ സിനിമ. 100 കോടി ക്ലബിൽ നേടിയ സിനിമയും കൂടിയാണ്. എന്തായാലും സൂര്യന്റെ 46ാമത്തെ സിനിമയിൽ നമുക്ക് സൂര്യന്റെ ഒരു കംബാക്ക് പ്രതീക്ഷിക്കാം. അതില്ലെങ്കിൽ മുമ്പ് വരാൻ പോകുന്ന സൂര്യ 45 സിനിമയിൽ നമുക്കൊരു കംബാക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ അമീർ ഖാൻ ലോകേഷ് സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റും അതുപോലെ തന്നെ സിനിമ ജേണർ അപ്ഡേറ്റും ലഭിച്ചിരിക്കുകയാണ്. ഒരു സൂപ്പർ ഹീറോ ആക്ഷൻ ഡ്രാമ സിനിമയാണ് ബോളിവുഡിൽ നിന്ന് വരാൻ പോകുന്ന ലോകേഷ് അമീർ ഖാൻ പ്രൊജക്ടിലൂടെ. നിർമ്മാതാക്കളായിട്ട് വരാൻ പോകുന്ന മൈത്രി ഫിലിം മേക്കേഴ്സ് ആണ്. അവരുടെ കഴിഞ്ഞ സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ അജിത് അണ്ണന്റെ സിനിമ. എന്തായാലും ജൂൺ മാസം മിഡ് ആയിട്ടായിരിക്കും പടത്തിന്റെ ഷൂട്ട് ആരംഭിക്കാൻ പോകുന്നത്. അടുത്ത വർഷമായിട്ട് കാത്തിരിക്കാം നമുക്ക് ഈ ചിത്രത്തിനായിട്ട്. നമ്മുടെ ഷായ് കബീറിന്റെ ഡയറക്ഷനിൽ വരാൻ പോകുന്ന മറ്റൊരു സിനിമയാണ് റോന്ത് എന്ന് പറഞ്ഞ സിനിമ. ഇലവിഴം പൂഞ്ചിറാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഡയറക്ഷൻ. അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ജോസഫ്, നായാട്ട്, ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നീ സിനിമകളിലൊക്കെ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിന്റെ ഒക്കെ ലെവല് നമുക്ക് തന്നതാണ്. അത്രയും ഹൈ ലെവല്. അത് മാത്രമല്ല നമ്മുടെ റോഷൻ മാത്യു, ദിലീഷ് പോത്തനൊക്കെയാണ് ഇപ്രാവശ്യം ഈ ഒരു സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. ജൂൺ 13 സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. ജംഗിൾ പിക്ചേഴ്സും ഫെസ്റ്റിവൽ സിനിമാസ് ആയിരിക്കും സിനിമ നിർമ്മിക്കുന്നത്. മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനി മലയാള സിനിമകൾ നിർമ്മിക്കുന്നത്. നമ്മുടെ ബാഹുബലി സിനിമകൾ 1ാം ഭാഗവും 2ാം ഭാഗവും വമ്പൻ എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററുകൾ. പക്ഷെ 2 ഭാഗങ്ങളും ഒരുമിച്ച് വന്ന എങ്ങനെ ഉണ്ടാവും? ഒക്ടോബർ മാസം ഈ വർഷം 2 ഭാഗവും ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ട് വരാൻ പോവുകയാണ്. സിനിമയുടെ റൺ ടൈം എത്രത്തോളം വരും? നമ്മുടെ രാജാസാബ് എന്ന് പറഞ്ഞ സിനിമയാണ് ഇനി പ്രഭാസിന്റെ ഈ വർഷം വരാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമ. അതിനു മുമ്പ് കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു കേമിയോ റോൾ വരുന്നുണ്ട്. ഡിസംബർ 5 രാജാസാബ് എന്ന് പറഞ്ഞ സിനിമ തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഡയറക്ഷൻ നമ്മുടെ മാരുതി എന്ന് പറഞ്ഞ ഒരാളാണ് ചെയ്യുന്നത്. എസ് തമ്മനായിരിക്കും പടത്തിൽ ഗാനങ്ങൾ തിറക്കാൻ പോകുന്നത്. കാത്തിരിക്കും നമുക്ക് ഡിസംബർ 5 പടത്തിന്റെ റിലീസിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് ഒരു തമിഴ് സിനിമേന്റെയാണ്. DNA എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. ജൂൺ മാസം 20 പടം റിലീസ് വരാൻ പോകുന്നത്. അഥർവ നിമിഷ എന്ന കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്ന സിനിമയും കൂടിയാണ്. നെൽസൺ വെങ്കടേഷ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ജൂൺ 20 പടം റിലീസ് ചെയ്യാൻ പോകുന്നത്. കാത്തിരിക്കും നമുക്ക് പടത്തിന്റെ റിലീസിനായിട്ട്. കൂടുതൽ സിനിമാർത്തൽക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സുരേഷ് ചാനൽ. പനിയും ജലദോഷം കാരണമാണ് സൗണ്ടൊക്കെ മോശമായത്, ക്ഷമിക്കുക. എന്തായാലും കൂടുതൽ സിനിമാർത്തൽക്കായിട്ട് കാത്തിരിക്കുക ചെയ്യുക.